ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. ബൈ ഞാൻ വന്നത് ഇന്ന് ഞങ്ങൾ ലണ്ടനിൽ പോയിട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചുമ്മാ പറഞ്ഞ് ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. ലിയോയ്ക്ക് ഇന്നൊരു GP അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് 2 മണിക്കാണ് അപ്പോയിൻമെൻ്റ് എങ്കിലും ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ലിയോ ആദ്യമായിട്ടാണ് ലണ്ടൻ കാണാൻ പോകുന്നത്. ക്ലൈമറ്റ് അത്ര കണ്ട് സുഖകരമല്ല, കാരണം നല്ല തണുപ്പാണ്, പുറത്ത് 0 ഡിഗ്രിയാണ്. ഞങ്ങളെ ജീവിതം ഇപ്പം എങ്ങനെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തില്ല. കാരണം അത്രയ്ക്ക് ഫാസ്റ്റായിട്ട്, ഞങ്ങൾ വിചാരിച്ചതിനും ഫാസ്റ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് ലിയോ വലുതായത്. 1 വയസ്സ് കഴിഞ്ഞിപ്പോൾ അവന്. 2:30 അപ്പോയിൻമെൻറ്റിന് ഞങ്ങൾ 11 മണിക്ക് തന്നെ അവിടെ എത്തി. 11 മണിക്ക് തന്നെ അവിടെ വന്നിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊന്ന് ചുമ്മാ പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയപ്പം ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ, നല്ല തണുപ്പും, മഴ പെയ്ത് തോർന്നൊരു കാലാവസ്ഥ. പിന്നെ പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. ഇവിടെ നിന്നൊരു 10-15 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു 10 മിനിറ്റ് വാക്കും. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും ഇന്നത്തെ ഒരു ദിവസം എൻജോയ് ചെയ്തു. ഞങ്ങൾ ശരിക്കും ചൈന ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ. കുറേ ഫുഡ് നോക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് എത്രത്തോളം ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും ഞങ്ങൾ പോയി. ഞങ്ങളിങ്ങനെ തേടി ഫുഡ് തേടി പോയി. അങ്ങനെ അവിടെ ഒരു ഫുഡ് ഞങ്ങൾ കണ്ടുപിടിച്ചു, കസ്റ്റർഡ് ക്രീം ബണ്ണ്. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒന്നായിരുന്നു കേട്ടോ. ചൈന ടൗൺ ബേക്കറിയിൽ ഇത് കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ തേടി പിടിച്ച് എനിക്ക് ആ സാധനം കിട്ടി, കസ്റ്റർഡ് ക്രീം ബൺ. അതുപോലെ തന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു നല്ലൊരു മീൻ്റെ ഷേപ്പിലുള്ള, അതും എനിക്കത് അവിടെ നിന്ന്. ഇത് 2 കിട്ടിയ സന്തോഷത്തിൽ ഓക്കെ, ഇതൊന്നാവാം തുടക്കം, ചൈന ടൗണിൻ്റെ തുടക്കം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങളൊരു സീറ്റ് കണ്ടുപിടിച്ചു. അവിടെ നിറയെ പ്രാവുണ്ട് കേട്ടോ. ഇവർ ഈ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രാവ് നന്നായിട്ട് കൂട്ടം കൂട്ടിയിട്ട് വരും. പിന്നെ ഈ ഫിഷ്, അതിൻ്റെ ഉള്ളിൽ നല്ല കസ്റ്റർഡ്, ഇതും ഒരു ബ്രെഡ് പോലെ തന്നെയാണ്, ക്രീം ബണ്ണ് പോലെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല ക്രീമി കസ്റ്റർഡ് തന്നെയാണ്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ലിയോയ്ക്ക് കൊടുക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇത് കണ്ടതുകൊണ്ട് അടങ്ങി നിൽക്കുന്നുമില്ല. പിന്നെ ക്രീം ബണ്ണ് ചൂടില്ലായിരുന്നു, അത് തണുത്തോണ്ട് തന്നെ അത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കസ്റ്റർഡ് കുറച്ച് കട്ടിയായിട്ടായിരുന്നു നിന്നിരുന്നത്. അത് ശരിക്കും നല്ല ഇങ്ങനെ ലിക്വിഡ് പോലെ, അത് തുറക്കുമ്പോൾ തന്നെ നല്ല രസത്തിൽ ഇങ്ങനെ വരും. അങ്ങനെയാണ് ഞാൻ റീലിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ലിയോയ്ക്ക് കണ്ടതും ആളതൊരു ബൈറ്റെടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ലൊരു ന്യൂഡിൽസ് ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഏട്ടന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നേരെ പോയി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങളെ ആൾ ഒരു പ്ലേറ്റ് പൊട്ടിച്ചു, പ്ലേറ്റ് 1. പിന്നെ ചൈനക്കാരുടെ ഒരു ഫേമസ് ടീ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ട്രൈ ചെയ്തു. അത് ടീ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നന്നായിരുന്നു, ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും പോയിട്ട് ട്രൈ ചെയ്യണം. നൂഡിൽസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ലിയോക്ക് കൊടുക്കാൻ ഞാൻ കുറച്ച് മടിച്ചു. അവന് ഞാൻ ഇഡ്ഡലി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവന് ഇഡ്ഡലി കൊടുത്തു, അവനെ സമാധാനിപ്പിച്ചു.
യാത്രയുടെ ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല, ആളൊന്ന് ഉറങ്ങി. ഞാനും പിന്നെ ഉണർത്താൻ നിന്നില്ല. പിന്നെ കുഞ്ഞുങ്ങളെ ബഹളമൊക്കെ കേട്ടപ്പോൾ ആൾ മെല്ലെ എണീറ്റു. പിന്നെ ഫുള്ള് കളിയായിരുന്നു. ഹോസ്പിറ്റലിൽ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു. ഞാനും ഏട്ടനും പിന്നെ അടുത്തത് എവിടേക്ക് പോകണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോഴാണ് ഓർമ്മ വന്നത് ലണ്ടൻ ബ്രിട്ടീഷ് മ്യൂസിയം ഇവിടെ അടുത്താണല്ലോ, എന്നാൽ പിന്നെ അവിടേക്കാകാം അടുത്തതെന്ന് വിചാരിച്ചു. ഫ്രീ എൻട്രിയാണ്, എൻട്രി ഫീ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് നേരെ അവിടേക്ക് പോയി. ഫുള്ള് നമ്മളെ ഇന്ത്യത്തെ ഒരുപാട് അടിച്ചു മാറ്റി കൊണ്ടുപോയ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളെ നന്ദി പശു എല്ലാം ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇതെല്ലാം കണ്ട് വാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മളെ ഇന്ത്യത്തെ സാധനങ്ങളാണല്ലോ എന്നുള്ള അഭിമാനം. ഏത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജൂനിയർ മാട്രിക്കിൻ്റെ തല എൻ്റെ കണ്ണുപെട്ടു. അത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബോറടിച്ച് തുടങ്ങിയപ്പോഴാണ് ഏട്ടൻ കാണിച്ചു തന്നത്, നമ്മൾ കൃഷ്ണൻ, ശിവൻ, പാർവതി, പരമേശ്വരൻ എല്ലാവരും ഉണ്ട്. പിന്നെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ചെറിയ മൈന്യൂട്ടായിട്ട്, ഇത് നല്ല എക്സ്പെൻസീവ് ഐറ്റംസ് ആണെന്നാണ് ഞാനവിടെ പറഞ്ഞു കേട്ടത്. ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഫുൾ നല്ല മൈന്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ വർക്കും. ഇത് അടിപൊളിയായിരുന്നു കാണാൻ. പാലസ് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സമയം ഏകദേശം 4 മണി കഴിഞ്ഞു, 5 മണി ആവാറായി. പിന്നെ ഞങ്ങൾ അടുത്ത് നേരെ വെച്ച് പിടിച്ചത് ബക്കിംഗ്ഹാം പാലസ് കാണാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസ് കണ്ടു. അവിടെ നിന്ന് നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. റയാൻ ഹോട്ടലിൽ വെച്ച് പിടിച്ചു. ആദ്യം തന്നെ സ്റ്റാർട്ടർ ഒരു ഫലാഫിൽ ഓർഡർ ചെയ്തു, അത് കഴിച്ചു. പിന്നെ ഞാൻ പെരി മന്തി, ഏട്ടൻ നോർമൽ ഹൽഫാം മന്തി ഓർഡർ ചെയ്ത് ഫുള്ളായി വയറ്. പിന്നെ ഞങ്ങൾ ലണ്ടനോട് ബൈ